ബെസ്റ്റ്. അച്ഛ എഴുന്നേറ്റിട്ടില്ല? ഇനിയിപ്പോ പറയണ്ടല്ലോ, അമ്മ എഴുന്നേറ്റിട്ടില്ല അല്ലേ? അമ്മേ എഴുന്നേക്കമ്മേ, എത്ര നേരമായെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അമ്മയ്ക്ക്? ഇന്ന് പൊന്നോണം അമ്മേ. ഇന്ന് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആരാന്നറിയോ അമ്മയ്ക്ക്? മതി മതി, എഴുന്നേറ്റെ. ഇങ്ങനൊരു മടിച്ച് ഉറങ്ങിയത് മതി. അച്ഛനും എഴുന്നേറ്റല്ലോ. മതി മതി നിന്റെ ഓരോ കുസൃതികള്. രണ്ടും കൂടെ രാത്രി ഉറങ്ങാത്ത കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കായിരുന്നല്ലേ? മോളെ, നിന്നെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് അവനും. അതുകൊണ്ട് നീ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. സമ്മതിച്ചു. ഉവ്വ, രണ്ടാളും വേഗം കുളിച്ച് സുന്ദരനും സുന്ദരിയുമായി വാ. അത്തക്കളവിടണം, പായസം കൂട്ടി ഫുഡ് ഉണ്ടാക്കണം. പടാപ്പട്ട്. അയ്യോ, അതെന്തോ മോളെ ഈ പടാപ്പട്? എടി, അതൊരു ഹിന്ദി വാക്കാ. പെട്ടെന്ന് റെഡി ആയിക്കോളാൻ, മനസ്സിലായോ? അതാ അവള് പറഞ്ഞ പടാപട്. അതാണ്. ഹാപ്പി ഓണം മോളെ. എന്റെ മോള് ഇതുപോലെ ഒരുപാട് ഓണം ഉണ്ണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം അച്ഛാ. ദൈവം തന്ന നിധിയാണ് മോളെ നീ ഞങ്ങൾക്ക്. ഭയങ്കര സെന്റി അച്ഛന്റെ സെന്റി. ഓ മോളെ, നീ ഞങ്ങൾക്ക് അവനെ പോലെ തന്നെയാ. ദാ ചായ, ദാ അമ്മ ചായ കുടിക്കട്ടോ. അച്ഛാ ചായ കുടിക്ക. അതെ, രണ്ടുപേരും റെഡിയായിട്ടിരിക്കുക, ഞാനിപ്പ വരാം. ദൈവം തന്ന മോളാ നമുക്കവിടെ. അതെ. ഹലോ. അയ്യോ സോറി. ഇല്ല സാറേ, എനിക്കതിന് കഴിയില്ല. അതങ്ങനെയാണ് സാർ. അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടി നിങ്ങൾക്ക് കഴിയണം സാർ. നിങ്ങൾ നേരിട്ടായിക്കോളൂ, എന്നോടത് പറയണ്ട. സോറി സർ, ഐ എം ഹെൽപ്ലെസ്. ഓക്കെ സർ. എത്ര വേഗമാണ് വർഷങ്ങൾ കഴിഞ്ഞു പോയത്. റിട്ടയർമെന്റ് വാങ്ങി നീ. അതൊക്കെ അങ്ങനെ തന്നെ. എല്ലാവരും പ്രായം ചെല്ലും, റിട്ടയർമെന്റും ആവും. എന്നിട്ട് ഇതുപോലെ വിശ്രമ ജീവിതം നയിക്കും. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, ഓരോ ഓണവും ഓരോ ആഘോഷങ്ങളായിരുന്നു. വീട്ടിൽ നിറയെ ആളും കുട്ടികളും പുത്തൻ ഉടുപ്പുകളും ഓണസദ്യയും. ഓരോ ദിവസങ്ങളിലും അനിയൻ ജ്യേഷ്ഠന്മാരുടെ വീടുകളിൽ ആഘോഷവും മറ്റും.
അതൊരു കാലം. ഇപ്പൊ അതൊക്കെ പോയില്ലേ. ഇപ്പൊ അങ്ങനൊന്നുമില്ല. എന്നാലും ഇന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമല്ലേ? നിനക്കും സന്തോഷമുള്ള ദിവസമല്ലേ? അത് പിന്നെ അങ്ങനെ അല്ലാതാവൂ. ഈ ദിവസത്തിന്റെ മൂല്യം വലുതല്ലേ. ആ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പല്ലേ നമ്മൾ. എന്തോ സമയം പോവാത്തതുപോലെ തോന്നുന്നു. പണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെയാ. അന്നും ഇന്നും എന്നും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ബാനു. എനിക്ക് മറ്റൊരാളാകാൻ പറ്റില്ല ബാനു. ഇത്ര നേരം ക്ഷമിച്ചില്ലേ? ഇനി കുറച്ചു നേരം കൂടെ ക്ഷമിക്കേ. നമ്മുടെ മോന്റെ അതേ ചിരിയും സ്വഭാവവും നിങ്ങൾക്ക്. അങ്ങനെ പറയല്ലേ ബാനു. ചിരി എൻ്റേതായിരിക്കും, പക്ഷേ സ്വഭാവം